ടി വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതി രജനീകാന്ത് സ്ഥിരം പ്രശ്നക്കാരൻ. തുടർച്ചയായി മദ്യപിച്ചെത്തിയതിനാൽ കുന്നംകുളത്തെ ബാറിലെ ജോലിയിൽ നിന്ന് രജനീകാന്തയെ പുറത്താക്കിയിരുന്നു. പുള്ളിക്കാൻ ഒരു രണ്ട് മാസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം മദ്യപിച്ച് അങ്ങനെ കണ്ടില്ല. കാരണം ഈസ്റ്റർ 1-ാം തീയതി അവധിയായിരുന്നു. 1-ാം തീയതിക്ക് അവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനെന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30 ആയപ്പോൾ രാവിലെ. അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്നെ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് തന്നെ പറഞ്ഞു വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് അവന് ഇന്നലെ തന്നെ ഒരു 11 മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ്. പിന്നെ വൈകിട്ട് ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഒന്നും കാണിച്ചില്ല. അവൻ ഇന്നും അവൻ്റെ ജോലി ചെയ്യുന്ന അന്നേരം തന്നെ പോകുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ക്ലീനിങ് സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ജോർജ്, വിനോദിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്ന് FIR. വിവരമറിഞ്ഞെത്തിയ ഉദ്യോഗസ്ഥരോടും പ്രതി കയർത്ത് സംസാരിച്ചിരിക്കുന്നു. അറസ്റ്റ് ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെ രജനീകാന്ത് വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. पुलिस का पावर है ना, तुम मुझे ऐसे मारा, इसलिए मैं मारा. എന്താ ചെയ്യണ്ടെന്ന് പിടിയില്ല. ചുമ്മാ ആരും ചെയ്യും പഠിച്ചിരുന്നു യാത്രക്കാരെ ഇതൊന്നും അറിഞ്ഞില്ല. कौन आदमी बोला तुम लोग? कौन आदमी बोला तुम लोग? നിലനിർത്താനും മറക്കാതിരി കിടക്കും. मुझे मारने का बात नहीं बोला है, 1000 रुपया लेने का बात नहीं बोला है. प्रॉब्लम ऐसा हो रहा है, ऐसा नहीं बोला है तुम लोग. तुम दिखता कि नहीं दिखा है? वो तागोती के नाम वाला को एक बार धोखा होगा तो दूसरा आदमी संभल दे रहेगा. अब मुझे जेल लेके जाएगा, प्रॉब्लम नहीं है. ടി വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. MS ഷോയും ഒപ്പം തന്നെ പ്രദീപ് ജോസഫും വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പമുണ്ട്. ആദ്യം പ്രദീപിലേക്കാണ്. പ്രദീപ്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇങ്ങനൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നുള്ളത് തന്നെ നമുക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു TTR ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് തന്നെ ഇതാദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. വിശ്വസിക്കാനോ അതിന്റെ നടുക്കത്തിൽ നിന്ന് നമ്മൾക്കൊന്നും ഇതുവരെ കരകയറാൻ പറ്റിയില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വരുന്നത്. എന്താണ് ഇയാളുടെ മനസ്ഥിതി? ഇത് കൊല്ലാൻ ഉറച്ചു തന്നെ തള്ളിയിട്ടതാണ് തരത്തിലുള്ള വിവരങ്ങളൊക്കെ FIR ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ തീർത്തും ഞെട്ടലുളവാകുകയാണ്. എന്തൊക്കെയാണ് FIR-ൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ? എങ്ങനെയാണ് ഈ കൊലപ്പെടുത്തിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? അപ്പോൾ ഈ പ്രതിയുടെ പശ്ചാത്തലമൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? പ്രദീപ്, കേൾക്കാമോ? പൂർത്തിയാക്കി ഏതാണ്ട് 1 മണിയോടുകൂടി വിനോദിൻ്റെ മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിൽ എത്തിക്കാനാകും എന്നാണ് കരുതുന്നത്. മനഃപൂർവ്വം തള്ളിയിട്ട് കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രതി രജനീകാന്ത് ഈ കൃത്യം നിർവഹിച്ചത് എന്നാണ് FIR-ൽ പറയുന്നത്. മാത്രവുമല്ല, ഈ കൃത്യത്തിന് ശേഷവും അയാൾക്ക് പറയത്തക്ക ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും FIR-ൽ പറയുന്നു. അതേസമയം വിനോദ് മഞ്ഞുമലിൽ പുതിയ വീട് പണിത് അതിൻ്റെ ഗൃഹപ്രവേശനമൊക്കെ പൂർത്തിയാക്കി കേവലം 2 മാസത്തിൽ താഴെ മാത്രമേ ആയുള്ളൂ മഞ്ഞുമലിലെ വീട്ടിൽ താമസം ആരംഭിച്ചിട്ട്. ജനുവരി മാസം 27-ാം തീയതിയായിരുന്നു ഗൃഹപ്രവേശം. ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് അവിടെ താമസം ആരംഭിച്ചത്. അങ്ങനെ വരുമ്പോൾ നാളെ മാത്രമേ അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചിട്ട് 2 മാസം തികയുള്ളൂ. 2 മാസം പോലും ആ പുതിയ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കാതെയാണ് വിധി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അമ്മയാണ് ഈ വീട്ടിലുള്ളത്. കൂടാതെ വിനോദിൻ്റെ സഹോദരി എളമക്കരയിലാണ് അവർ താമസിക്കുന്നത്. വിനോദ് തിരുവനന്തപുരം സ്വദേശിയാണെങ്കിൽ തന്നെ വർഷങ്ങളായി എറണാകുളത്താണ് താമസം. 22 വർഷം മുൻപാണ് വിനോദിൻ്റെ അച്ഛൻ റെയിൽവേയിൽ ജോലിയിലായിരുന്നു. ജോലിയിലിരിക്കെ അദ്ദേഹം മരണപ്പെട്ട ഒഴിവിലാണ് വിനോദിന് ആശ്രിത നിയമപ്രകാരം ജോലി കിട്ടുന്നത്. 2 വർഷം മുൻപ് വരെ അദ്ദേഹം ഡീസൽ ലോക്കോ ഷെഡിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് പരീക്ഷകളും മറ്റും പാസ്സായി TTE എന്നുള്ള നിലയിലേക്ക് എത്തുകയായിരുന്നു. കുറച്ചുനാൾ മുമ്പ് വരെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയായിരുന്നു താമസം. അടുത്ത നാളിലാണ് അദ്ദേഹം മഞ്ഞുമലിൽ വീട് വെച്ച് താമസം മാറ്റിയത്. ഒരു രോഗബാധയൊക്കെ ഉണ്ടായെങ്കിലും അതിൽ നിന്നൊക്കെ മോചിതനായി കരകയറി വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. മാത്രമല്ല, നിരവധി മലയാള സിനിമകളിൽ ചെറു വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് വിനോദ്.
ഏറ്റവും ആദ്യം ആഷിഖ് കപൂറിൻ്റെ ഗാങ്സ്റ്റർ എന്നുള്ള സിനിമയിലാണ് വിനോദ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ഒടുവിൽ പ്രിയദർശൻ്റെ ഒപ്പം വരെയുള്ള ചിത്രങ്ങളിൽ, കൂടാതെ പുലിമുരുകൻ, ലവ് 24x7 അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ വിനോദ് തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ പ്രിയങ്കരനായിരുന്ന വിനോദിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗമുണ്ടായിരിക്കുന്നത്.